ഹായ് ഒരുവൺ. ഇന്ന് കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അതായത് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള കുറച്ച് മാറ്റങ്ങളാണ്. കാരണം ഇപ്പോൾ പുതിയതായിട്ട് റഷ്യയിൽ വരുന്ന ആളുകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മല്ലു ലൈഫ് ഇൻ റഷ്യ എന്ന പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മുമ്പൊക്കെ നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ IELTS ഒക്കെ എഴുതിയിട്ടാണ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ പോകാറുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ലാംഗ്വേജ് ഫ്ലുവൻസിയും കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്യാറുണ്ട്. കാരണം എത്രത്തോളം നമുക്ക് അതിൽ ഇത്ര പെർസെൻറ്റേജ് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് IELTS പാസ്സായിട്ട് നമുക്ക് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടി സാധിക്കുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഷെങ്കൻ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ ട്രാവൽ ഐറ്റിനറി കാണിക്കേണ്ടി വരും, ഈ ടാക്സ് അടിച്ച കള്ളാസ് കാണിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഷെങ്കൻ വിസ കിട്ടാനുള്ള ഒരു കാര്യം പറയുകയാണ്. അതായത് പിന്നെ നമ്മളെ ഏതെങ്കിലും ഞാൻ ട്രാവൽ ആയിട്ടുണ്ട്, നമ്മൾ വിദേശ രാജ്യത്തേക്ക് യാത്ര ചെയ്ത ഒരു രേഖ കാണിക്കേണ്ടതായിട്ട് വരും. പിന്നെ നമ്മുടെ ഇത്ര ബാങ്ക് ബാലൻസ് നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വലിയൊരു ഇതൊക്കെ റെഡിയായി വരണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം യൂറോപ്പിലേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അതുപോലെ തന്നെ നമുക്ക് വിസ നമുക്ക് കിട്ടുമോ എന്നുള്ളത് പോലും ഉറപ്പില്ലാത്തൊരു കാര്യമാണ്. എപ്പോഴും വേണമെങ്കിലും നമുക്കത് റിജക്ഷൻ ആവും വിസ. അപ്പോൾ അതുപോലെ തന്നെ പുതിയതായിട്ട് റഷ്യയിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങളത് സീരിയസ് ആയിട്ട് എടുക്കുക. കാരണം റഷ്യയിൽ അതുപോലെ തന്നെ ഭയങ്കര സ്ട്രിക്റ്റ് ആകാൻ പോവാണ്. അതായത് റഷ്യയിൽ വരാനുള്ള പുതിയൊരു ഇതനുസരിച്ച് നേരത്തെ കയറിപ്പോയവർക്കൊന്നും ഒരു പ്രശ്നമില്ല. ഇനി വരാൻ പോകുന്ന ആളുകളെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ ഒരു ലാംഗ്വേജ്, റഷ്യൻ ലാംഗ്വേജ്, കാരണം നിങ്ങൾക്കിപ്പം ഓപ്പൺ വർക്ക് പെർമിറ്റ് കിട്ടുകയാണെങ്കിൽ പോലും റഷ്യൻ ലാംഗ്വേജ് ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നേരത്തെ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അതിന് വലിയ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നില്ല. റഷ്യൻ ലാംഗ്വേജ് ഒരു 1 വീക്ക് കൊണ്ട് തന്നെ ട്രെയിനറിൻ്റെ സഹായത്തിനുണ്ടെങ്കിൽ അത് ഏകദേശം ബേസിക്കായിട്ട് പഠിച്ചാലും മതി, നമുക്ക് റഷ്യയിൽ ജോലി ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു അവസ്ഥ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, സാഹചര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അതായത് ഇനി നിങ്ങൾക്ക് റഷ്യൻ ലാംഗ്വേജ് അത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് റഷ്യയിൽ നിങ്ങൾക്കൊരു അത്യാവശ്യം നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്, അതായത് ഒരു 60% നിങ്ങൾ റഷ്യൻ ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. റഷ്യയിൽ വരുന്ന ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, അതായത് നിങ്ങൾ ജോലി അന്വേഷിച്ച് വരുന്ന ആളുകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ റഷ്യയിലെ ലാംഗ്വേജ് അത് പഠിച്ചെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം റഷ്യയിൽ നിങ്ങൾക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ റഷ്യൻ ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ മുമ്പ് കയറിപ്പോയിട്ടുള്ള ആളുകൾക്കൊക്കെ വലിയ ഇമ്പോർട്ടൻസ് വന്നില്ല. ഇപ്പോൾ അവരൊക്കെ ഏകദേശം ലാംഗ്വേജൊക്കെ പഠിച്ചു തുടങ്ങി, ഏകദേശം കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. പക്ഷേ പുതിയതായിട്ട് വരുന്ന ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ലാംഗ്വേജ് ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടോ അങ്ങനെ എന്തെങ്കിലും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ കൊടുക്കാം. ഞാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് പഠിപ്പിക്കുന്ന ആളുടെ നമ്പറോ ഡീറ്റെയിലോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരാം. അവർ നിങ്ങളെ റഷ്യൻ ലാംഗ്വേജ് പഠിപ്പിച്ചോളും. അതിനൊരു നിശ്ചിത എമൗണ്ട് ആവും. അപ്പോൾ നിങ്ങൾ അവർക്ക് കൊടുത്തിട്ട് അത് പഠിച്ചിട്ട് വരാണെങ്കിൽ നിങ്ങൾക്ക് റഷ്യയിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടാവും. കാരണം നിങ്ങൾക്ക് ഒരുപാട് ജോലികളിലേക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. അപ്പോൾ നിങ്ങൾ റഷ്യൻ ലാംഗ്വേജ് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം ഇപ്പോൾ റഷ്യയിൽ വരുമ്പം ഒരു വർക്ക് വിസയിൽ വരുന്ന ആളുകൾ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് കടമകൾ കടക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ ഇപ്പോൾ റഷ്യയിൽ വരുന്ന ഒരാൾ ഫസ്റ്റ് ടൈം റഷ്യയിൽ വരുന്ന ആളുകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു വർക്ക് പെർമിറ്റിൽ വരികയാണെങ്കിൽ അവർക്ക് രജിസ്ട്രേഷൻ, നോട്ടറൈസേഷൻ, പാസ്പോർട്ട് ട്രാൻസ്ലേഷൻ, പിന്നെ ഹോട്ടൽ ബുക്കിംഗ്, അതിൻ്റെ രജിസ്ട്രേഷൻ, പിന്നെ മെഡിക്കൽ തന്നെ ഒരുപാട് ബ്ലഡ് ടെസ്റ്റിങ്, യൂറിൻ ടെസ്റ്റ്, അപ്പോൾ അങ്ങനെ ഒരുപാട് ടെസ്റ്റുകൾ വേറെ വരുന്നുണ്ട്. പിന്നെ അങ്ങോട്ടേക്കുള്ള ട്രാവലിംഗ് എക്സ്പെൻസ്, പിന്നെ അങ്ങനെയുള്ള ഒരുപാട് അവർക്ക് വരുന്നുണ്ട്, എക്സ്ട്രാ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം നമുക്ക് ഒരു ലാംഗ്വേജ് അറിയാത്ത ഒരാളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരാൾ ട്രെയിനിങ് ഇല്ലാതെ നിങ്ങൾക്ക് എന്തായാലും ഇതൊക്കെ ചെയ്യാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. കാരണം ഒരു റഷ്യൻ ലാംഗ്വേജ് എക്സ്പേർട്ടുള്ള ഒരാളെ സഹായത്തോടു കൂടി മാത്രമേ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെങ്കിൽ നിങ്ങൾ പെട്ടുപോകും 100%. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളടുത്ത് ഇനി വരുന്ന ആളുകൾ റഷ്യൻ ലാംഗ്വേജ് പഠിക്കുക. കാരണം ഇപ്പോൾ ജർമ്മനിയിലേക്കോ അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ജർമ്മനിയിലേക്ക് എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ഇപ്പോൾ ജർമ്മനിയിലേക്ക് റഷ്യൻ ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് വിസ കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ റഷ്യയിലും നിങ്ങൾ റഷ്യൻ ലാംഗ്വേജ് പഠിക്കാൻ ശ്രമിക്കുക. കാരണം നമുക്ക് യൂറോപ്പിൽ ഉണ്ടാക്കുന്ന അതേ ഒരു എമൗണ്ട് റഷ്യയിലും നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അപ്പം ചില ആളുകളൊക്കെ പറയാറുണ്ട്, അതായത് എൻ്റെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ
യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നതാണ്. അപ്പോൾ അവരൊക്കെ പറയാറുണ്ട് എനിക്ക് കിട്ടുന്നത് ഇത്ര സാലറിയാണ്, അതിൻ്റെ പകുതിയോളം എനിക്ക് ടാക്സ് ആയിട്ടും എൻ്റെ ചിലവായിട്ടും അങ്ങനെ എല്ലാം ആയിട്ട് ഒരുപാട് എൻ്റെ അല്ലറ ചില്ലറ എക്സ്പെൻസ്, എൻ്റെ പുറത്തുനിന്നുള്ള സാധനങ്ങൾ വാങ്ങുക, അതുപോലെ തന്നെ സിം കാർഡിൻ്റെ അങ്ങനെയുള്ള അല്ലറ ചില്ലറ എക്സ്പെൻസ് ആയിട്ടെല്ലാം കൂടിയിട്ട് ഒരു ഹാഫ് എമൗണ്ട് പോലും എനിക്ക് ഇവിടെ കിട്ടുന്നില്ല എന്നുള്ളതാണ് പല ആളുകളുടെയും പരാതി. പിന്നെ യൂറോപ്യൻ വിസകൾ പലരും റിജക്ഷൻ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ റഷ്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ റിജക്ഷൻ അങ്ങനെ വരുന്നില്ലെങ്കിലും നിങ്ങൾക്ക് ഈ ജോലിൻ്റെ കാര്യത്തിൽ ഒരു സ്ട്രിക്ട്നെസ് വരാൻ പോവാണ്. അതായത് നിങ്ങൾ നല്ല ലാംഗ്വേജ് ഫ്ലുവൻ്റ് ആക്കാൻ നോക്കുക. ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഭാവിയിൽ ഒരുപാട് ബെനിഫിറ്റ്സ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഈ ലാംഗ്വേജ് ഒന്ന് നല്ല രീതിയിൽ എവിടെയെങ്കിലും യൂണിവേഴ്സിറ്റി നിങ്ങൾ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നാളെ എൻ്റെ വീഡിയോൻ്റെ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യാം. ഞാൻ വേണമെങ്കിൽ യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളെ ഡീറ്റെയിൽ നിങ്ങൾക്ക് തരാം. നിങ്ങൾ അവരായിട്ട് വിളിച്ച് സംസാരിച്ച് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ ഈ ലാംഗ്വേജ് പഠിക്കാൻ ശ്രമിക്കുക. റഷ്യയിലേക്ക് വരാൻ പുതിയതായിട്ട് നോക്കുന്ന ആളുകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇത് പഠിച്ചു വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.